പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഗവർണർമാരെടുക്കുന്ന നടപടികൾ എത്രത്തോളം ആ ഗവൺമെന്റിനെ ദുരിതത്തിലാക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിരുന്നു കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും ഗവർണർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ അടുത്ത ദിവസങ്ങളിലായി ഹൈക്കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന്റെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFIയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് എത്തുകയും അവിടെ SFI പടച്ചുവിട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരോത്സവത്തോട് മുഖം തിരിച്ചു നിൽക്കുകയും ഒരുപാട് വിവാദങ്ങളാവുകയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം കാലിക്കറ്റ് മുട്ടായിത്തെരുവ് സന്ദർശിക്കുകയും അതിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ജനമനസ്സ് കവർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി നുണഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ, പുല്ല് വില കൊടുക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിങ്ങനെ ഗവർണറെ പ്രകീർത്തിച്ചുകൊണ്ട് മാതൃഭൂമി അടക്കമുള്ള പല മാധ്യമങ്ങളും നൽകിയ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്നും തമിഴ്നാട് ഗവർണർക്കെതിരെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അതായത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ യാതൊരു അവകാശവും ഗവർണർക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന ഏതൊരു ബില്ലിനെയും പിടിച്ചു വെൽക്കാനോ അത് രാഷ്ട്രപതിക്ക് അയക്കാനോ ഗവർണർക്ക് യാതൊരു അധികാരവുമില്ല എന്ന് ഹൈക്കോടതി പറയുകയും കൂടാതെ അതോടൊപ്പം തന്നെ ഗവർണറെ ശകാരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ആ വിധി വളരെയധികം സ്വാഗതാർഹമാണ്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ചില പ്രസക്തമായ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്രകാരമാണ്: കഴിഞ്ഞ ദിവസം പിണറായി വിജയനും മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനും കൂടിയിരുന്ന പടം കണ്ടപ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും ഒരു ആശ്വാസം തോന്നിയിരുന്നു. പാർലമെന്റിൽ ഏച്ചുകൂട്ടുണ്ടാക്കിയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ നാടിന്റെ മുഴുവൻ നന്മക്കും അതിന്റെ ഭാവിക്കും മേൽ ബുൾഡോസറുകൾ കയറ്റാൻ വരുന്ന പരിവാര പ്രകൃതികൾക്കെതിരെ ഇവിടെ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയുടെ പ്രകാശം ആ ചിത്രത്തിലുണ്ടായിരുന്നു. ആ പോരാട്ടത്തിന് മുൻപിൽ എന്റെ സഹോദരൻ എന്ന് പരസ്പരം വിളിക്കുന്ന ഈ രണ്ടു മനുഷ്യർ, അവർക്കു പിന്നിൽ മതനിരപേക്ഷ ചേരിയിൽ അണിനിരന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാർ, അവരുടെ രാഷ്ട്രീയം ഉണ്ടാക്കുമെന്ന് അവിശ്വാസം അവരുടെ പോരാട്ടം ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിനെ നിലനിർത്തുമെന്ന വിശ്വാസം. അതിലൊരു പോരാട്ടത്തിന്റെ ഫലം ഇന്ന് കണ്ടു. അതായത്, തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന വിധിയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭകളാണ് ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നത് എന്നും അവരുടെ തീരുമാനങ്ങളാണ് നിയമങ്ങളിൽ കൂടി വരുന്നതെന്നും അവ ജനങ്ങളുടെ ആവശ്യത്തിനാണ് എന്നും തമിഴ്നാട് സർക്കാർ നൽകിയ കേസിൽ ഇന്ന് സുപ്രീം കോടതി വിധിച്ചു. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്കുമേൽ അനന്തമായി അടയിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും പരമാവധി 3 മാസത്തിനുള്ളിൽ ബില്ലുകളിൽ മേൽ തീരുമാനമെടുക്കണമെന്നും വിധിച്ചു. നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകൾ അഥവാ ഒരു തവണ നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ തിരിച്ചയക്കുകയും അതേ ബില്ല് വീണ്ടും രണ്ടാമതും ആ നിയമസഭ പാസാക്കിയാൽ അവ ഗവർണർക്ക് അംഗീകരിക്കാൻ സമർപ്പിച്ച ദിവസം മുതൽ അവ നിയമങ്ങളിലാണ് എന്നും കോടതി വിധിച്ചു. അതായത്, രണ്ടാമത് വീണ്ടും ഗവർണർ തിരിച്ചയച്ച ഒരു ബില്ല് ആ നിയമസഭ പാസാക്കി വീണ്ടും ഗവർണർക്ക് അയച്ചാൽ ആ ബില്ല് ഏകദേശം പാസ്സായ രീതിയിലാണ് എന്നാണ് കോടതി വിധി പറയുന്നത്. മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് മാത്രമേ ഗവർണർക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്നും സുപ്രീം കോടതി വിധിച്ചു. അതായത്, മന്ത്രിസഭ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് കടക്കാൻ ഗവർണർക്ക് യാതൊരു അധികാരവുമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. തമിഴ്നാട് കൊടുത്ത കേസുകളിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. കേരളത്തിന്റെ കേസിൽ ഇനി പ്രത്യേക വിധി വേണമോ എന്നറിയില്ല. അതിനി വരുമ്പോൾ വരട്ടെ. എന്തായാലും വിത്തുകളുടെ ജനാധിപത്യ ബോധമുള്ള ആളുകളെ ഗവർണർമാരായി നിയമിച്ച്, അതായത് സംഘി ബോധമുള്ള ആളുകളെ ഗവർണർമാരായി നിയമിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ
പൂച്ചുവിലങ്ങിടാം എന്ന് കരുതിയ നരേന്ദ്രമോദി സർക്കാരിനെ മുഖത്തേറ്റ അടികൂടിയാണ് ഈ കോടതി വിധി. അവരോട് പിന്നെ ജനാധിപത്യ മൂല്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രതികരണത്തിന്റെ ആവശ്യവുമില്ല. എന്നാൽ രണ്ടു വർത്തമാനം പറയേണ്ട വേറൊരു കൂട്ടരുണ്ട്, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ. ഗവർണറാണ് ഭരണാധികാരി എന്നും സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ജനവിരുദ്ധ നടപടികളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വന്ന അവതാരമാണ് ഈ പൂമാനെന്നും പറഞ്ഞു നടന്ന് നേരത്തെ വെള്ളയമ്പലത്തുണ്ടായിരുന്ന ആ വിവരദോഷി മാത്രമായിരുന്നില്ല ഈ മാധ്യമങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഗവർണർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂടെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ വരി നിന്ന് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്കുമേൽ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരുത്തന് വീറ്റോ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത്തരക്കാരുടെ ജനാധിപത്യ ബോധത്തെപ്പറ്റി എന്തു പറയാനാണ്? ജനാധിപത്യത്തിലല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു സംജ പോലുമില്ല എന്നറിയപ്പെടാത്ത പടുജന്മങ്ങൾ. അതായത് ഗവർണർ ചെയ്യുന്ന ഏതൊരു കൊള്ളരുതായ്മയെയും ന്യായീകരിക്കുകയും അതിനെ പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ കിട്ടമത്സരം നടക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത്. അതിനെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ബില്ലുകൾ അനന്തരമായി താമസിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയവരുണ്ടായിരുന്നു. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഭരണഘടനാ വിദഗ്ധനായിരുന്ന ഫാലിയസ് നരിമാന് കൊടുത്ത ഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിനും ചാനലിനും വാർത്തയായിരുന്നു. ഗവർണർക്കെതിരെ കേസ് നടത്താൻ 40 ലക്ഷം ഫീസ് കൊടുത്തു എന്നായിരുന്നു കരച്ചിൽ. നമ്മൾ ബുദ്ധിമുട്ട് നേടിയെടുത്ത ജനാധിപത്യ സമ്പ്രദായത്തെ കുഴിച്ചുമൂടാനുള്ള ശ്രമത്തിന് തടയിടാൻ കൊടുത്ത വളരെ ചെറിയൊരു വിലയായിരുന്നു എന്നത് മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതായി പോയി പല മാധ്യമങ്ങൾക്കും. അതിനിടയിലും ഈ കൊളുത്ത ക്യാഷിന്റെ പേരിലും സർക്കാരിനെ എങ്ങനെ വിമർശിക്കാമെന്നതായിരുന്നു മാധ്യമങ്ങളുടെ അജണ്ട. സർക്കാർ വിമർശനം, പാർട്ടി വിമർശനം, ഒരു പക്ഷം ചേർന്നുള്ള വിമർശനം പോലും ലെജിറ്റിമേറ്റ് ആയ മാധ്യമ പ്രവർത്തനമായി ഞാൻ കാണും. വായുവിൽ നിന്ന് കഥകൾ വരുത്തുന്ന ഉരുമ്പുകൈ മായാവി സാഹിത്യങ്ങളും നാഗർകോവിലെ കാറ്റാടി പാടവവും ഈന്തപ്പഴത്തിലെ സ്വർണക്കുരുവും സൂചനകളും കുരുക്കും പോലെ വർത്തമാനം എന്ന ഗണത്തിൽപ്പെടുത്തി തള്ളിക്കളയുകയും ഇടതുപക്ഷത്തോടോ പിണറായി വിജയനോടോ ഉള്ള കലിപ്പിന്റെ പേരിൽ രാഷ്ട്രീയ കള്ളക്കഥകൾ എഴുതിക്കൂട്ടിയതൊക്കെ മറക്കും. പക്ഷെ ജനാധിപത്യത്തിന്റെ അടിവേര് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ചുറ്റും നിന്ന് ഹേയ് ഹോയ് വിളിക്കുകയും അതിന് ആളെ കൂട്ടാൻ ശ്രമം നടത്തിയതും മാപ്പില്ലാത്ത കുറ്റങ്ങളാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളോട് ഞങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസംബന്ധം നിറഞ്ഞ സമീപനം പുലർത്തിയതിന്റെ കറുത്ത പാടായി അതൊക്കെ അവരുടെ ഓൺലൈനിൽ ഇപ്പോഴും ഉണ്ടാകും. അടുത്ത തലമുറ മാധ്യമപ്രവർത്തനം എന്ന് പഠിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പാഠം ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളോട് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എടുത്ത സമീപനം എടുത്തു വായിച്ചാൽ മതി. പിണറായി വിജയനോടുള്ള കലിമൂത്തു ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കിയ വിട്ടികളായിരുന്നു കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ എന്ന് വിലപ്പെട്ട പാഠം. മുറികുത്തി തുപ്പി നടക്കുന്ന ആ ചങ്ങാതി ഇപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ വെള്ളയാലമ്പലങ്ങൾ രണ്ടും മത്താപ്പു കത്തിക്കുമായിരുന്നു. പാറ്റ്ന കുറച്ചധികം ദൂരത്തിലാണ്. അദ്ദേഹം ഇപ്പൊ പാറ്റ്നയിലെ ഗവർണറാണ്. അതുകൊണ്ടാണ് പാറ്റ്ന കുറച്ചധികം ദൂരത്തിലാണെന്ന് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ ഗവർണറെയും കൂട്ടുപിടിച്ച് എങ്ങനെ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കാം, ഏതെല്ലാം രീതിയിൽ ഗവർണറെ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാമെന്ന പരിശ്രമത്തിലായിരുന്നു. ആ പരിശ്രമങ്ങൾക്ക് ഗവർണർക്ക് മാത്രമേറ്റ തിരിച്ചടിയല്ല, അതിന് കുടപിടിച്ച, അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നെങ്കിലും ഈ മാധ്യമങ്ങൾ ഒരു പാഠം പഠിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി സത്യമായ വാർത്തകൾ സത്യസന്ധതയോടുകൂടി ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും